എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും സഭാകമ്പം എന്താണ്, സഭാകമ്പം എന്തല്ല, സഭാകമ്പം എന്തുകൊണ്ടുണ്ടാകുന്നു. ഞാൻ ആനന്ദ്, സൈക്കോളജിസ്റ്റാണ്, സൈക്കോതെറാപ്പിസ്റ്റാണ്. സഭാകമ്പം, അധൈര്യം, സങ്കോചം, നെർവസ്നെസ്, പരിഭ്രമം, പെർഫോമൻസ് ആങ്സൈറ്റി, ഇതെല്ലാം ഒരു പരിധിവരെ ഒന്നു തന്നെയാണ്. എന്താണ് നെർവസ്നെസ്? ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ കുറച്ചുകൂടി ഭംഗിയായി കോൺസെൻട്രേറ്റ് ചെയ്യുവാനും ആ കാര്യത്തെ കുറച്ചുകൂടി ഭംഗിയായി നന്നാക്കിയെടുക്കുവാനും നമ്മുടെ ശരീരവും മനസ്സും പ്രിപ്പയർ ചെയ്യുന്ന, നമ്മളെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പറഞ്ഞ നെർവസ്നെസ്, സ്ട്രെസ് എന്ന് പറയാം. പരീക്ഷയ്ക്ക്, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, നമ്മളെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആ പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. ആ ബോധം നമ്മെ കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നു. ആ പ്രചോദനത്തിൽ, അത് പരീക്ഷ എന്ന സ്ട്രെസ് നമ്മെ പ്രചോദിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ സ്ട്രെസ് നല്ലതാണ്. അതേപോലെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കണം, ഒരു സ്റ്റേജിൽ നിന്നും പ്രസംഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ, ആദ്യമായി പ്രസംഗിക്കാൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ ആ പ്രസംഗത്തിന്റെ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങും. ആ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് എന്തിനാണ്? ആ സ്റ്റേജിൽ പോയി ആ സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്നവരുടെ മുന്നിൽ ഒരു കാരണവശാലും ഒരു കുറ്റവും പറയാൻ ഇടവരുത്താതെ, ഒരു കുറവും ചൂണ്ടിക്കാണിക്കാൻ ഇടവരുത്താതെ വളരെ ഭംഗിയായി എൻ്റെ പ്രസംഗം ഞാൻ അവതരിപ്പിക്കണം എന്ന ഇച്ഛയാണ്, നമ്മുടെ ആഗ്രഹമാണ്. ആ ഇച്ഛ സാധിച്ചെടുക്കാൻ, ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായും ആ സ്റ്റേജിൽ പോകാനുള്ള പേടി കൊണ്ടല്ല, ആ സ്റ്റേജിൽ പോയി കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ ആഗ്രഹം ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോൾ ഈ കാര്യം ഭംഗിയായി നടക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ആ ദിവസം രാവിലെ, അല്ലെങ്കിൽ ആ ദിവസം സ്റ്റേജിൽ കയറുന്ന ദിവസം, സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമ്മൾക്കൊരു നെർവസ്നെസ് അനുഭവപ്പെടുന്നു, ഒരു സങ്കോചം അനുഭവപ്പെടുന്നു, ഒരു അങ്കലാപ്പ് അനുഭവപ്പെടുന്നു. ഈ സങ്കോചം, അങ്കലാപ്പ്, നെർവസ്നെസ് ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, വ്യക്തമായ ഭാഷയിൽ ഈ സങ്കോചവും അങ്കലാപ്പും നെർവസ്നെസ്സും ഉണ്ടാകുന്നത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യമുള്ളതാണ് എന്ന് കരുതുന്ന ഈ സ്റ്റേജിലെ പ്രസംഗം വളരെ ഭംഗിയായി നടത്താൻ നിങ്ങളുടെ ശരീരവും മനസ്സും തയ്യാറാവുന്നു എന്നുള്ള പ്രക്രിയയാണ് ഈ നെർവസ്നെസ്. വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഈ നെർവസ്നെസ് നിങ്ങൾക്ക് അധൈര്യപ്പെടേണ്ട, വിഷമിക്കേണ്ട ഒരു സാഹചര്യമേ അല്ല. കാരണം ഈ നെർവസ്നെസ് നിങ്ങളെ സ്റ്റേജിൽ കയറി നല്ല രീതിയിൽ സംസാരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, അതായത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും തയ്യാറാക്കുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോണിന്റെ, പലതരം ഹോർമോണുകളുടെ ഒരു അതിപ്രസരം സൃഷ്ടിക്കുന്നു. ഈ അതിപ്രസരം കാരണം നിങ്ങളുടെ ശരീരം, മനസ്സ് 100% റെഡിയാകുന്നു, തയ്യാറാകുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഈ കാര്യത്തെ, ഈ പ്രസംഗത്തെ വളരെ ഭംഗിയായി ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സും ശരീരവും പെർഫെക്റ്റായി തയ്യാറാകുന്ന ഈ പ്രക്രിയയാണ് നെർവസ്നെസ്. തീർച്ചയായും നെർവസ്നെസ് ഉണ്ടാകുമ്പോൾ ചെറുതായി നെഞ്ചിടിപ്പ് കൂടും, വിയർപ്പ് വരും, ഒരു അങ്കലാപ്പുണ്ടാവും. ഈ സിംറ്റംസ്, ഈ ലക്ഷണങ്ങൾ പേടിക്കേണ്ട ലക്ഷണങ്ങളെ അല്ല. കാരണം പ്രസംഗിക്കാൻ നിങ്ങളെ ശാരീരികമായും മാനസികമായും തയ്യാറാക്കുന്ന ലക്ഷണങ്ങളാണ് ഇവ. ഇവയെ പേടിച്ചാലാണ് പിന്നീട് ഇത് സഭാകമ്പമായി മാറുന്നത്. ഈ ലക്ഷണങ്ങളെ, ഈ നെർവസ്നെസ്സിനെ, ഈ സങ്കോചത്തിനെ നമ്മൾ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മൾ ആ സ്റ്റേജിലേക്ക് തന്നെ പോകാതാകും. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഏത് പ്രക്രിയ ആദ്യമായി ചെയ്യുമ്പോഴും ഈ സങ്കോചം, നെർവസ്നെസ് ഉണ്ടാകും. ഒരു സൈക്കിൾ ഓടിക്കാൻ ആദ്യമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും നെർവസ്നെസ്സും സങ്കോചവും ഉണ്ടാകും. ആദ്യമായി നീന്താൻ വെള്ളത്തിലിറങ്ങുന്ന വ്യക്തിക്ക് സങ്കോചവും നെർവസ്നെസ്സും ഉണ്ടാകും. ആദ്യമായി
എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും സങ്കോചം, നെർവസ്നെസ് ഉണ്ടാകും. അതുപോലെ ബൈക്ക് ഓടിക്കാൻ ആദ്യമായി പഠിക്കുന്ന ഒരാൾക്ക്, ആദ്യമായി കാർ ഓടിക്കാൻ പഠിക്കുന്ന ആൾക്ക്, ആദ്യമായി ഹെവി വെഹിക്കിൾസ് ഓടിക്കാൻ പഠിക്കുന്ന ആൾക്ക്, ആദ്യമായി ഒരു കായിക ഇനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആൾക്ക്, ഇവർക്ക് എല്ലാവർക്കും തുടക്കത്തിൽ ഒരു നെർവസ്നെസ് അല്ലെങ്കിൽ സങ്കോചം തീർച്ചയായും ഉണ്ടാകും. നാണമല്ല, ഷൈനസ് അല്ല, സങ്കോചം, നെർവസ്നെസ് ഉണ്ടാകും. ഈ സങ്കോചത്തിനെയും നെർവസ്നെസ്സിനെയും എങ്ങനെയാണ് ഈ വ്യക്തി മറികടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇത്തരം സങ്കോചങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ആ പർട്ടിക്കുലർ ഏത് പ്രക്രിയയിലാണോ നമുക്ക് സങ്കോചമുണ്ടായത്, ആ പ്രക്രിയയെ ഒരു തരത്തിലുള്ള പേടിയും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി. സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ പോയ നമ്മൾ സങ്കോചമുണ്ടായിട്ടും ആ സൈക്കിൾ പഠിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സങ്കോചം, നെർവസ്നെസ് ഇല്ലാതായി. നീന്താൻ പഠിക്കാൻ പോയ നമ്മൾ ഈ സങ്കോചം അല്ലെങ്കിൽ നെർവസ്നെസ് ഉണ്ടായതിന് ശേഷവും നീന്താൻ പഠിച്ചെടുത്തതിന് ശേഷം സ്വാഭാവികമായും ഈ നെർവസ്നെസ്, സങ്കോചം ഇല്ലാതായി. അതായത് ഓരോ പ്രക്രിയ ആദ്യമായി നമ്മൾ തുടങ്ങുമ്പോഴും നമ്മുടെ സങ്കോചം, ശരീരത്തിലും മനസ്സിലും സങ്കോചം അല്ലെങ്കിൽ നെർവസ്നെസ് ഉണ്ടാകും. ഈ സങ്കോചം, നെർവസ്നെസ് ആ പ്രക്രിയ ചെയ്യാൻ നമ്മളെ ശാരീരികമായും മാനസികമായും പ്രിപ്പയർ ചെയ്യാനാണ്. ആ സാഹചര്യം നമ്മൾ അതിജീവിക്കുക എന്നല്ല പറയുക, പരിശീലിച്ചെടുത്താൽ ഈ സങ്കോചവും നെർവസ്നെസ്സും ടോട്ടലി ഇല്ലാതാവും. വ്യക്തമായി മനസ്സിലാക്കണം, ഈ സങ്കോചം, നെർവസ്നെസ്, അധീരത, ഭയം ഇതൊന്നും ഒരു കാരണവശാലും ആങ്സൈറ്റി ഡിസോർഡർ അല്ല, പെർഫോമൻസ് ആങ്സൈറ്റി ഡിസോർഡർ അല്ല. ഇതൊരു സാധാരണ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഭംഗിയായി ചെയ്യുവാൻ. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ഇവയെ പേടിച്ചാലാണ് പിന്നീട് ഇത് സഭാകമ്പമായി മാറുന്നത്. ഈ ലക്ഷണങ്ങളെ, ഈ നെർവസ്നെസ്സിനെ, ഈ സങ്കോചത്തിനെ നമ്മൾ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മൾ ആ സ്റ്റേജിലേക്ക് തന്നെ പോകാതാകും. ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.